ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തലശ്ശേരി ദം ബിരിയാണി ആയിട്ടാണ് വന്നത്. അപ്പോൾ അധികം ഉണ്ടാക്കുന്നത് തന്നെ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണിത്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സവാളയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള 5 സവാളയാണ്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല ഉണ്ടാക്കാം. അപ്പോൾ പാനിലോട്ട് ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടിയിട്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്നാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 പച്ചമുളകാണ്. പിന്നെ 3 വലിയ തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ ചിക്കന് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ബിരിയാണിക്കൊക്കെ കുറച്ച് ചെറിയ പീസാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പീസാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുമല്ല ഈ ഒരു ബിരിയാണിക്ക് കുറച്ച് വലിയ പീസാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതിന് മിക്സാക്കി നമ്മൾ ഈ ഒരു വെള്ളം ഇതിൽ നിന്ന് തക്കാളിയിൽ നിന്നും ചിക്കൻ നിന്നൊക്കെ ഇറങ്ങിയ ആ ഒരു വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചിക്കൻ വേവുന്ന ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് പകുതിയോളം വെന്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വേവിക്കരുത്. കുറച്ച് ഇത് വേവുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് അപ്പോൾ ഇത് ഇതിലുള്ള വെള്ളവും വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ്. പിന്നെ ഇതാ 2 ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി മസാല ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക 2 ടീസ്പൂണ്. പിന്നെ ഇതാ 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1 ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണും തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ബിരിയാണിയാണ്. നല്ലൊരു സ്മെല്ലുള്ള ഒരു ബിരിയാണിയാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ബിരിയാണിയിൽ വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കൂടി അറിയിക്കണേ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് കാഷ്നട്ട് പേസ്റ്റാണ് കേട്ടോ. 7 കാഷ്നട്ട് നന്നായി അരച്ചെടുത്തതാണ്. അപ്പോൾ അതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളയിൽ നിന്ന് കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ ബാക്കിയാക്കിയിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സാക്കിയെടുത്ത് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് ചിക്കനിലേക്ക് ഈ മസാല നന്നായി പിടിക്കണം. ഇനി നമ്മൾ ചോറുണ്ടാക്കാൻ അപ്പോൾ സവാളയൊക്കെ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ച ചെറിയ അരിയാണ് ഞാൻ എടുത്തത്. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ജീരകശാലയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അരി ഇതുപോലെ വറുത്തെടുത്താൽ നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 ഗ്ലാസ്സിന് 1.25 എന്ന് പറഞ്ഞ രീതിയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴിച്ച് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടുതലാകുമ്പോഴാണ് ബിരിയാണിക്ക് കറക്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ പാകത്തിൽ വെന്ത് ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മസാല എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചോറിലേക്ക് വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ആ മസാലേൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ ചോറിൽ കിട്ടും. അപ്പോൾ ഇത് മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് കുറച്ചും കൂടെ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചോറിൽ ഒന്നും കൂടെ വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാലയിലോട്ട് ഞാൻ കുറച്ചും കൂടെ മല്ലിയിലയൊക്കെ വിതറി കൊടുക്കുന്നുണ്ട്. മല്ലിയിലേൻ്റെ സ്മെല്ല് കുറച്ച് കൂടുതലുണ്ടാകുമ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മല്ലിയിലേൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണിയിൽ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ഇടും. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വീണ്ടും മല്ലിയിലയും പുതിനയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറ് ഇതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ചോറൊന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയും പിന്നെ സവാള, ഇത് ഫ്രൈ ചെയ്ത് വെച്ച സവാള, കാഷ്യൂനട്ടും മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇതിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മുകളിലോട്ട് ഇടാം. പിന്നെ അതൊന്ന് ലെവലാക്കിയ ശേഷം ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലെല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് നെയ്യും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ദം ബിരിയാണി ആണല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മൈദ ഇതുപോലെ സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി സ്മെല്ലാണ്. നമ്മളിത് കഴിയുന്നത്രയും സമയം ഇങ്ങനെ ദം ചെയ്ത് വെച്ചാലുണ്ടല്ലോ അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മൾ ചോറിൽ നല്ലോണം പിടിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഭാഗത്തല്ലേ, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മസാലയൊക്കെ എല്ലാ ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് കിട്ടാൻ. അപ്പോൾ നമ്മുടെ മെയിൻ ഫോട്ടോയായ തമ്പനയിൽ കാണുന്നത് പോലെ സെർവ് ചെയ്യാൻ വേണ്ടി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു പാത്രത്തിലോട്ട് കുറച്ച് ചോറിട്ട് കൊടുത്ത് ചോറിട്ട ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ലെവലാക്കിയ ശേഷം ഇതിലേക്ക് ഞാനൊരു ചിക്കൻ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മസാലയും കൂടി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ചോറിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം. ഇനി ഇതൊന്ന് ലെവലാക്കിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്യണം. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഷേപ്പാക്കി കിട്ടും. അപ്പോൾ ഇത് അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഫ്ലവറും കൂടി വെച്ച് കൊടുത്ത് പിന്നെ സൈഡിലേക്ക് നമ്മുടെ ഒനിയൻ ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതുപോലെ ചെയ്തത്. പിന്നെ കുറച്ച് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.